അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ നമുക്ക് മുടി കൊഴിച്ചിലിനും മുടി നന്നായിട്ട് വളരാനും വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ കാച്ചാനായിട്ടാണ്. അപ്പോൾ ചെമ്പരത്തിപ്പൂ വെച്ചാണ് എണ്ണ കാച്ചുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതാണ് ചെമ്പരത്തിപ്പൂ. പിന്നെ 5 ഇതളിൻ്റെ ചെമ്പരത്തിപ്പൂ പറിച്ച് നമുക്ക് എണ്ണ കാച്ചി ഞാൻ കുറേ നാളുകൊണ്ട് തേക്കാറുണ്ട്. പിന്നെ നന്നായിട്ട് മുടി വളരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നന്നായിട്ട് കൊഴിച്ചിലും ഉണ്ടായിരുന്നേ, നന്നായിട്ട് മുടി പൊഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ എണ്ണ തേക്കാൻ തുടങ്ങിയതിന് ശേഷം മുടി പൊഴിച്ചിൽ മാറി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ പ്രാവശ്യത്തെ എണ്ണ കാച്ചുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ 5 ഇതളിൻ്റെ പൂവാണ്, ചെമ്പരത്തി പൂവാണ്. അപ്പോൾ അത് പറിച്ചുകൊണ്ട് വന്ന് ഇനി നമുക്കതിൻ്റെ പിന്നെ ഇതളുകൾ മാത്രം മതി, ബാക്കിയുള്ളത് കളയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ജ്യൂസും ഏറ്റവും നല്ലതാണ്. ഞങ്ങൾ അടിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി. പിന്നെ അപ്പോൾ നല്ല വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ പൂ മാത്രമാണ് ഇടുന്നത്, അല്ലാതെ മറ്റൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ കൂടെ പൂ മാത്രം നന്നായിട്ടത് എണ്ണയിൽ മൂത്ത് മൊരിഞ്ഞ് വരുന്നിടം വരെ നമ്മൾ പിന്നെ തിളപ്പിച്ച് എടുക്കുക എണ്ണ. എന്നിട്ട് ആറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലിൽ ഒഴിച്ച് വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കുകയും ചെയ്യാം. നന്നായിട്ട് സത്യം പറയുകയാണ്, മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ മുടി വളരാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അരിച്ചെടുത്തിട്ട് വേണം ബോട്ടിലിൽ ഒഴിച്ച് വയ്ക്കാൻ. അപ്പോൾ ഇതിൻ്റെ നന്നായിട്ട് കുറേയും കൂടെ പൂവുണ്ടെങ്കിൽ നന്നായിട്ട് കളർ വരും. നേരത്തെ ഞങ്ങൾ കാച്ചിയതിനാണെങ്കിൽ നല്ല കളറുണ്ടായിരുന്നു. കാരണം പിന്നെ ഒരുപാട് പൂവുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പൂ പറിച്ച് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു ഫ്രീസറിൽ. ലാസ്റ്റ് ഞങ്ങൾ ഒന്നിച്ചിട്ട് അന്നത്തെയും കൂടെ എടുത്തതിന് ശേഷം പിന്നെ കാച്ചിയപ്പോഴത്തേക്ക് പൂവ് എത്ര ഇടാവോ അത്രയേ ഇടണം. പിന്നെ അപ്പോൾ എണ്ണ നന്നായിട്ട് നോക്കിക്ക് പിന്നെ ഒഴിച്ചെടുത്ത് നമുക്ക് ബോട്ടിലിൽ ഒഴിച്ച് വയ്ക്കാം. എല്ലാവരും ചെയ്ത് നോക്കുക.